നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്ത് പ്രതിഷേധങ്ങൾ ആളിപ്പടരുന്നതിനിടെ 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്യത്തുണ്ടായ ഒരു പ്രതിഷേധം ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഒഡീഷയിലുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്ന് വിദ്യാർത്ഥി നേതാവായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ഒരു സമരത്തിന്റെ കഥയാണത്. ആ പഴയ സമരചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദ്യങ്ങൾ ഉയരുന്നത്. 1997 ഒഡീഷയിലുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച. അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ 1500-ലധികം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു. ആ മാർച്ചിന് നേതൃത്വം നൽകിയ നേതാവിന്റെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ. അതെ, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും രാജി ആവശ്യപ്പെടുന്ന അതേ ധർമ്മേന്ദ്ര പ്രധാൻ. ഉത്കൽ സർവകലാശാലയിൽ ആന്ത്രോപോളജി വിദ്യാർത്ഥിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ 18-ാം വയസ്സിലാണ് സജീവ രാഷ്ട്രീയം ആരംഭിക്കുന്നത്. 1994 മുതൽ 1997 വരെ ABVP ദേശീയ സെക്രട്ടറിയായിരുന്നു. ഇക്കാലത്തായിരുന്നു ചോദ്യപേപ്പർ ചോർച്ച. അന്നുണ്ടായിരുന്ന ജാനകി വല്ലഭ് പട്നായിക്കിന്റെ സർക്കാരിനെതിരെ സമരം ചെയ്തതിന് ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. മർദ്ദനമേറ്റിട്ടും സമരം തുടർന്ന ധർമ്മേന്ദ്ര പ്രധാൻ അന്ന് യുവാക്കളുടെ ഇടയിൽ ഏറെ സ്വീകാര്യനായി. പിൽക്കാലത്ത് BJPയുടെ പ്രധാന നേതാവായി ധർമ്മേന്ദ്ര പ്രധാൻ വളർന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ പഴയ ചിത്രങ്ങൾ അടക്കം പങ്കുവെച്ച് വൻ ചർച്ചയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം നയിച്ച ആ നേതാവിനെ വർഷങ്ങൾക്കിപ്പുറം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഉണ്ടായ ക്രമക്കേടിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.